ആവേശം പോലൊരു സിനിമ അല്ലെങ്കിൽ മാർക്കോ പോലൊരു സിനിമ ഇതെല്ലാം സ്കൂളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇന്ത്യയിലെ ഏറ്റവും വയലൻറ്റ് മൂവി ഇതാണ് എന്ന് പറഞ്ഞ് ഒരു മലയാള സിനിമയ്ക്ക് പരസ്യവാചകം വരുമ്പോൾ വയലൻസ് ആണ് ഏറ്റവും നല്ല വിനോദം എന്നുള്ളൊരു ധാരണ ഒരു വിഭാഗം ആളുകളുടെ മനസ്സിലുണ്ടാവാം. ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ സ്കൂളുകളിൽ വിദ്യാഭ്യാസ വകുപ്പ് വെച്ചത് രംഗണ്ണൻ്റെയും അമ്പാൻ്റെയും പടമായിരുന്നു. US സർട്ടിഫിക്കറ്റുള്ള ആ സിനിമയിൽ ആവേശത്തിൽ എന്താണ് ചെയ്തത്, അത് കുട്ടികൾക്ക് അനുകരിക്കാവുന്ന മാതൃകയാണോ എന്ന് ആലോചിക്കാതെ ഇവരെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ ഒരാളെ തല്ലണം എന്നുള്ളൊരു വിചാരം ഞാൻ വെച്ചുകൊണ്ടിരുന്നിട്ട് ഞാനൊരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ എൻ്റെ മനസ്സിലെ ആ വിലക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അയാളെ തല്ലണം തോന്നും. നൈരാശ്യങ്ങളും ഇച്ഛാഭംഗങ്ങളും ഉള്ള ഒരു സമൂഹം ഉള്ളിടത്ത് അക്രമവും ഉണ്ടാവാം. എല്ലാവരും ഉപയോഗിക്കുന്നു, നീ ഉപയോഗിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറയുമ്പോഴേക്കും ആണും പെണ്ണും ഒക്കെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഋതുവിൻ്റെ കാര്യത്തിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിടത്തോളം ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പല ആളുകൾക്കൊരു ധാരണയുണ്ട്, അവനെ കൊണ്ടുപോയി ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും അവൻ ശരിയായിക്കോളും എന്നുള്ള രീതിയിലുള്ളൊരു സങ്കല്പമുണ്ട്. ഡി അഡിക്ഷൻ അങ്ങനെ ഒരു മാജിക്കേ അല്ല. ചേന്ദമംഗലം കൂട്ടക്കൊലയുടെ ഞെട്ടൽ മാറുന്നതിന് മുമ്പായിരുന്നു പുതുപ്പാടിയിൽ ക്യാൻസർ ബാധിതയായ അമ്മയെ മകൻ വെട്ടിക്കൊന്ന വാർത്ത നമ്മളെല്ലാവരും കേട്ടത്. ഈ 2 വാർത്തകൾ മാത്രമായിരുന്നില്ല. ഈ ആഴ്ചയിൽ പലതരത്തിലുള്ള അക്രമ വാർത്തകൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ മനുഷ്യരിലെ അക്രമവാസനകൾ വർദ്ധിക്കുന്നതിനെക്കുറിച്ചും അതിൽ മയക്കുമരുന്നിന് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നതിനെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുകയാണ് മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ CJ ജോൺ. നമസ്കാരം. നമസ്കാരം. ഈ ഒരാഴ്ചക്കിടെ തന്നെ 2 കൊലപാതകം, നാടിനെ നടക്കിയിട്ടുള്ള 2 കൊലപാതകങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുമാത്രമല്ലാതെ ഓരോ ദിവസം നമ്മൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള അക്രമങ്ങളുടെ വാർത്തകളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പണ്ടത്തെ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ വളരെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ മാത്രമേ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ നമ്മൾ ഈ വിഷയത്തിൽ കാണാറുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, ഇത് ഭയങ്കര നോർമൽ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ അക്രമവാസനകൾ കൂടുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? പൊതുവിൽ നമ്മുടെ ഒരു സാമൂഹിക അന്തരീക്ഷം നോക്കിയാൽ അക്രമത്തിനെ വല്ലാതെ ശരിവൽക്കരിക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നാം. ഇപ്പോൾ തെരുവ് ഗുണ്ടായിസത്തിന് രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മനസ്സിലെങ്കിലും അക്രമം ശരിയാണെന്ന് തോന്നാം. ഇന്ത്യയിലെ ഏറ്റവും വയലൻറ്റ് മൂവി ഇതാണ് എന്ന് പറഞ്ഞ് ഒരു മലയാള സിനിമയ്ക്ക് പരസ്യവാചകം വരുമ്പോൾ വയലൻസ് ആണ് ഏറ്റവും നല്ല വിനോദം എന്നുള്ളൊരു ധാരണ ഒരു വിഭാഗം ആളുകളുടെ മനസ്സിലുണ്ടാവാം. സാമൂഹികമായിട്ടുള്ള പരിസരത്ത് ഇത്തരം ബിംബങ്ങളും ഇത്തരം വർത്തമാനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആ നാട്ടിലെ ആളുകളും ഇത്തരം പ്രവണതകളിലേക്ക് ആകർഷിക്കപ്പെടാം. സിനിമകളുടെ കാര്യത്തിൽ ചെറുപ്പക്കാരും കൗമാരപ്രായക്കാരൊക്കെ അതിലൊരു വിഭാഗം അതിനെ അനുകരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ചും അത് ചെയ്യുന്നത് അവരാരാധിക്കുന്ന താരങ്ങളാവുമ്പോൾ, പ്രത്യേകിച്ച് അവർ ചെയ്യുന്ന അക്രമങ്ങൾ അവർ പിടിക്കപ്പെടാതെ അവരെ ഹീറോകളായി വാഴ്ത്തുന്ന ഒരു സാഹചര്യം വരുമ്പം ഇത്തരം കുട്ടികളുടെ മനസ്സിലേക്ക് അനുകരണ സാധ്യത കൂടും. അത് ശരിയാണെന്നുള്ള തോന്നലുണ്ടാവും. ഏതൊരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് അക്രമത്തിന് പിറവി വരുന്നത്, അതിന് വേരോട്ടം കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ നൈരാശ്യങ്ങളും ഇച്ഛാഭംഗങ്ങളുമുള്ള ഒരു സമൂഹം ഉള്ളിടത്ത് അക്രമവും ഉണ്ടാവാം. ഫ്രസ്ട്രേഷൻ ഉള്ളിടത്ത് അഗ്രഷൻ ഉണ്ടാവും എന്ന് ഒരു തിയറി തന്നെയുണ്ട്, ഒരു സൈക്കോളജിക്കൽ തിയറി തന്നെയുണ്ട്. ആ ഒരു മാനദണ്ഡം വെച്ച് നോക്കുമ്പോഴും ഇവിടെ ധാരാളം യുവാക്കൾ ഇച്ഛാഭംഗങ്ങളിലുള്ള ആളുകളുണ്ട്, തൊഴിലില്ലാത്ത ആളുകളുണ്ട്. പലരും ചെന്നുപെടുന്നത് അത്ര നല്ലതല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന കൂട്ടായ്മകളിലാണ്. ഇത്തരം കൂട്ടായ്മകളിലേക്ക് ലഹരി പദാർത്ഥങ്ങളുടെ കടന്നുകയറ്റവും ഉണ്ടാവും. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്തകളും നമ്മളിപ്പോൾ അറിയുന്ന സംഭവങ്ങളുമൊക്കെ ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ഫലം കൂടി അല്ലേ എന്ന് ആലോചിക്കേണ്ടി വരും. നമ്മൾ സോഷ്യൽ എൻജിനീയറിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് പലപ്പോഴും തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി മാത്രമാണ്. എന്നാൽ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്ന അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് തരം സോഷ്യൽ എൻജിനീയറിംഗ് ആണ് നടത്തേണ്ടത് ഇതിനെ അമർച്ച ചെയ്യാൻ, ഇതിൻ്റെ തോത് കുറയ്ക്കാൻ എന്നുള്ളതിനെക്കുറിച്ച് കൂടി ആലോചിക്കേണ്ടതുണ്ട്.
അപ്പം നമ്മുടെ കേരളത്തിലെ ഒരു പരിസരം അക്രമ സംഭവങ്ങൾക്ക് വിത്തിടുന്നതായി മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പം നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞല്ലോ, ഫ്രസ്ട്രേഷനാണ്, അതൊക്കെ ഇതിനൊരു ഘടകമാണ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി നടന്ന 2 കൊലപാതകങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പം ചേന്ദമംഗലം ആയിക്കോട്ടെ, ഇപ്പോൾ വയനാട് അമ്മയെ കുത്തി കൊന്ന കേസിലാണെങ്കിലും ഇവർ രണ്ടുപേരും രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ്, അതിന് അഡിക്റ്റഡ് ആയ ആളുകളാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ പല കൊലപാതകങ്ങളുടെ പിന്നിലും ഉള്ള പ്രതികളുടെ പശ്ചാത്തലം എടുത്താൽ അവർ പലരും, ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിൽ മയക്കുമരുന്നിനും മറ്റും അടിമകളായിട്ടുള്ളതാണ്. അപ്പോൾ ഈ മയക്കുമരുന്ന് എത്രത്തോളം നമ്മുടെ അക്രമവാസനകളെ കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നയാളെ, എനിക്ക് പകയുള്ള ഒരാളെ കൊല്ലാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഒരു മനുഷ്യ മനസ്സിനെ ഏത് രീതിയിൽ മയക്കുമരുന്ന് സ്വാധീനിക്കുന്നുണ്ട്? അമിനയുടെയും എൻ്റെ മനസ്സിലൊക്കെ അല്പസ്വല്പം അക്രമവാസനയുണ്ട്. അത് സ്വാഭാവികമാണ്. ഒരാളോട് ദേഷ്യം തോന്നും, അയാളൊന്ന് അടിച്ചാൽ എന്താണെന്ന് തോന്നും, 4 ചീത്ത പറഞ്ഞാൽ എന്താണെന്ന് തോന്നും, അങ്ങനെയൊക്കെ തോന്നാം. പക്ഷെ നമ്മുടെ മനസ്സിലുള്ള മൂല്യങ്ങളോ അതുമല്ലെങ്കിൽ മറ്റു തരം വിലക്കുകളോ ഒക്കെ കൊണ്ട് നമ്മളത് പ്രകാശിപ്പിക്കാറില്ല. ശരിയല്ല എന്ന് ശക്തമായി നമ്മളെ ഉപദേശിക്കുന്ന നമ്മുടെ മനസ്സിൽ തന്നെയുള്ള ഒരുപക്ഷെ സൂപ്പർ ഈഗോ ആയിരിക്കാം, ആ ഈഗോ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ അപകടം, ഈ തരം വിലക്കുകളെ, തലച്ചോറിൽ നിന്നുള്ള വിലക്കുകളുണ്ട്, മനസ്സിൽ നിന്നുള്ള വിലക്കുകളുണ്ട്, അതിനെ അലിയിച്ച് കളയും, അതിനെ ദുർബലപ്പെടുത്തും. ഇപ്പം എൻ്റെ മനസ്സിൽ ഒരാളെ തല്ലണം എന്നുള്ളൊരു വിചാരം ഞാൻ വെച്ചുകൊണ്ടിരുന്നിട്ട് ഞാനൊരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പം എൻ്റെ മനസ്സിലെ ആ വിലക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അയാളെ തല്ലണം തോന്നും. അത് ചിലപ്പോൾ അമ്മയാകാം, അച്ഛനാവാം, എൻ്റെ ഒരു ആവശ്യം നിരാകരിക്കുന്ന ഈ മാതാപിതാക്കളാവാം, ചിലപ്പോൾ ഞാൻ കാശ് ചോദിച്ചിട്ടുണ്ടാവാം, കാശ് തന്നിട്ടുണ്ടാവില്ല. കാരണം അവർക്ക് പൂർവ്വകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എനിക്ക് കാശ് തന്നു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ലഹരി പദാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നുള്ള ആ ഒരു പേടി കൊണ്ട്, മകൻ ചീത്തയായി പോകരുത് എന്നുള്ളൊരു ആകുലത കൊണ്ട് അവർ തടസ്സം പറഞ്ഞു എന്ന് വരും. ചിലപ്പോൾ ഞാൻ ഈ കാശ് ചോദിക്കുന്ന ലഹരിയുടെ സ്വാധീനത്തിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ എനിക്ക് തോന്നുക, എൻ്റെ ആഗ്രഹം നിഷേധിച്ച ക്രൂരയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ക്രൂരനായ ഒരു അച്ഛൻ എന്നായിരിക്കും എൻ്റെ മനസ്സിൽ തോന്നുക. ആ ലഹരിയുടെ സ്വാധീനത്തിൽ തല്ലിയെന്ന് വരും, മാരകമായി ഉപദ്രവിച്ചു എന്ന് വരും. അപ്പോൾ ആ വിലക്കുകൾ നഷ്ടപ്പെടുകയാണ്. ആ ഒരു രീതിയിലാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അത്ര ഗൗരവമുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഒരാളെ ഇതുപോലെ തല്ലാനോ ഇതുപോലെ മാരകമായിട്ട് ഉപദ്രവിക്കാനോ ഒക്കെയുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ടാവില്ല. ഇപ്പം ചേന്ദമംഗലത്താണേലും ഈ തരത്തിൽ കുത്തിക്കൊല്ലേണ്ടതായിട്ടുള്ള യാതൊരു പകയൊന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ പോലും സമ്മതിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ഇവിടെ ലഹരി വ്യാപനം വളരെ കൂടി എന്നുള്ളത്. 1 വർഷം മുമ്പ് അതിനു വേണ്ടിയിട്ട് വ്യാപകമായിട്ടുള്ള ക്യാമ്പയിനും നടത്തി. അപ്പോൾ അതുപോലെ ലഹരിയുടെ വ്യാപനം കൂടുതലായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചില ഘടകങ്ങൾ കൂടി ചേരുമ്പം ഇതാണ് ശരിയായിട്ടുള്ള മാതൃക എന്ന് മുമ്പിൽ നിൽക്കുന്നു. അതുമല്ലെങ്കിൽ നൈരാശ്യം കൂടുന്നു, ഇതിനെ ശരിവൽക്കരിക്കുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു. ഈ തരം പശ്ചാത്തലങ്ങൾ കൂടി ചേരുമ്പം പലപ്പോഴും ഈ വ്യക്തികളുടെ മനസ്സിലെ രോഷം അണപൊട്ടി ഒഴുകുന്നത്, പ്രത്യേകിച്ചും ഒരു ലഹരിയുടെ പശ്ചാത്തലത്തിലാവുമ്പം അക്രമത്തിലേക്ക് ആയിരിക്കാം, അത് ചിലപ്പോൾ കൊലപാതകത്തിലേക്ക് എത്തിക്കാം, ക്രൂരമായ ആക്രമണങ്ങളിലേക്ക് എത്തിക്കാം. മദ്യമാണ് ഏറ്റവും വലിയ ലഹരി എന്നായിരുന്നു നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. റീസെൻ്റ്ലി അങ്ങനെയല്ല. ഇപ്പം പലതരം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ കിട്ടുന്നുണ്ട്. ഈ മദ്യവും മറ്റ് രാസലഹരികളും നമ്മുടെ ഈ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എത്രത്തോളം വ്യത്യാസമുണ്ട്? എല്ലാ ലഹരി പദാർത്ഥങ്ങളും തലച്ചോറിലെ പ്ലഷർ സർക്യൂട്ടിനെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്ലഷർ തരികയും ഈ പദാർത്ഥം അല്ലെങ്കിൽ ഈ മദ്യം കൂടുതൽ ഉപയോഗിച്ചിട്ട് ആ പ്ലഷർ അല്ലെങ്കിൽ സുഖാനുഭൂതി ഉണ്ടാക്കണമെന്ന് തലച്ചോറിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായിട്ടുള്ള തലച്ചോറിൻ്റെ അവസ്ഥയിലേക്കാണ് നമ്മൾ തള്ളിവിടുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഒക്കെ ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ കബളിപ്പിക്കലിന് വിധേയമായി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ഘടന കൊണ്ട് വ്യത്യാസങ്ങളുണ്ടാവാം. ചിലത് അമിതമായിട്ടുള്ള സന്തോഷങ്ങളുണ്ടാക്കാം, അമിതമായിട്ടുള്ള ഒരു എനർജി ഉണ്ടാക്കാം, ഒരു ഫീൽ ഗുഡ് ഉണ്ടാക്കാം. അത്യാവശ്യം ലോ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഒരു വിഷാദത്തിലൊക്കെ പെട്ടിട്ടുള്ള ആളാണെങ്കിൽ ഇത് ഉപയോഗിക്കുമ്പം തൽക്കാലത്തേക്ക്
ആ വിഷാദമൊക്കെ മാറിയിട്ട് ഒരു ഉണർവ് വന്നു വരും. അങ്ങനെയുള്ള ഓരോ പദാർത്ഥത്തിനും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. പലപ്പോഴും ഇത് വിപണനം ചെയ്യുന്ന ആളുകൾ ഈ ദൗർബല്യത്തിനെ മനസ്സിലാക്കിയിട്ടാണ് വിപണനം ചെയ്യുന്നത്. ഈ തരത്തിലുള്ള പ്രശ്നങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഏതെങ്കിലും ഒരു ചങ്ങാതി ഇതൊന്ന് ഉപയോഗിക്കൂ, നിൻ്റെ വിഷാദം മാറും, നിന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടി തേച്ച് പോയിട്ട് നീ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ പോകാൻ പറ അവളോട്, നീ ഇത് ഉപയോഗിക്കൂ, ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിനക്കൊരു ഉണർവ് വരും, ചിലപ്പോൾ അവളോട് പ്രതികാരം ചെയ്യാനുള്ള കെൽപ്പ് വരും. ഈ തരത്തിലുള്ള ചില പ്രലോഭനങ്ങൾ കേട്ടിട്ട് അതിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ അപകടകരമായിട്ടുള്ള വേറൊരു കാര്യം ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനത്തിലുണ്ട്. ഇവ പലതും റിക്രിയേഷണൽ ഡ്രഗ്സായിട്ട് കുട്ടികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ കാണുന്നത് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ ഇതിൽ പെടുന്നതിനേക്കാൾ, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ചെന്ന് ചാടുന്നത്. ഈ തരം സാഹചര്യങ്ങളിലെല്ലാം കൂട്ടുകാർ പറയും എല്ലാവരും ഉപയോഗിക്കുന്നു, നീ ഉപയോഗിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറയുമ്പോഴേക്കും ആണും പെണ്ണും ഒക്കെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള പ്രേരണകളും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലാണ് ഇതിൽ ചെന്ന് ചാടുന്നത്. പക്ഷെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അതിലൊരു നിശ്ചിത ശതമാനം ആളുകൾ അതിനടിമപ്പെട്ടു പോകുന്നു. അവരുടെ പെരുമാറ്റത്തിൻ്റെ കടിഞ്ഞാണ് അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു. അത് ഉപയോഗിക്കുന്ന നേരത്തെ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യാത്ത രീതിയിലുള്ള ചില പ്രവൃത്തികളിലേക്ക് ചെന്ന് ചാടുന്നു. ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഈ കാണുന്ന അക്രമങ്ങളിൽ ചിലതിലെങ്കിലും ഈ ലഹരിയുടെ സ്വാധീനവും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചു സിനിമകൾ സ്വാധീനിക്കുന്ന വിധം. സിനിമകളുടെ സ്വാധീനം നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഇപ്പോൾ ദൃശ്യം ഇറങ്ങിയ സമയത്ത് ദൃശ്യം മോഡൽ കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ള ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മാർക്കോ സിനിമ അവർ അതിനെ എന്താ പറയണ്ടേ പ്രൊമോട്ട് ചെയ്തത് പോലും ഏറ്റവും വലിയ വയലൻസ് സിനിമ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആളുകൾക്ക് ഈ വയലൻസ് കാണണമെന്നും അത് അവരെ സ്വാധീനിക്കുമെന്നും ഉറപ്പുള്ളത് കൊണ്ടാണ് ആ രീതിയിൽ അവരതിനെ മാർക്കറ്റ് ചെയ്തത്. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് ഒരു പാലാ സ്കൂളിൽ നിന്ന് കിട്ടുന്നൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ സഹപാഠിയെ പുഷ്പ സിനിമ കണ്ടിട്ട് ആ കുട്ടിയെ നഗ്ന ചിത്രങ്ങൾ പകർത്തി എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലിടുന്ന ഒരു വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സിനിമകൾ സ്വാധീനിക്കുന്നു. സിനിമകൾ ആ രീതിയിൽ നമ്മുടെ ഈ അക്രമവാസനകളെ യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം കാണുന്നത്. ഈ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളെ എങ്ങനെ നമുക്ക് എത്രത്തോളം മാറ്റി നിർത്താൻ സാധിക്കും? ഇതിലൊന്നും പെടാതെ കുട്ടികളെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും? വലിയ വെല്ലുവിളിയുള്ള ഒരു കാര്യമാണത്. ഇപ്പം സിനിമകളെക്കുറിച്ച് പറയുമ്പം സിനിമാക്കാർ പറയും സിനിമ മാത്രമല്ലല്ലോ പ്രശ്നം, വീഡിയോ ഗെയിംസ് ഈ പ്രശ്നമില്ലേ, വെബ് സീരീസ് ഈ പ്രശ്നമില്ലേ, ഈ തരത്തിലുള്ള പല ചോദ്യങ്ങൾ ഉയരാറുണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടികളുടെ മനസ്സ് വളർച്ചയുടെ ഘട്ടത്തിലാണ്. അവരുടെ തലച്ചോറ് നിർമ്മാണ ഘട്ടത്തിലാണ്. മനസ്സ് നിർമ്മാണ ഘട്ടത്തിലാണ്. നിർമ്മാണ ഘട്ടത്തിലുള്ള മനസ്സും തലച്ചോറുമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ കാണുന്ന കാഴ്ചകളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് നിശ്ചയം ഉണ്ടാവില്ല. സമാനമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുമ്പം അത് അനുകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് ജഡ്ജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ രീതിയിൽ തലച്ചോറ് വളർന്നിട്ടില്ല. ഒരു സഹപാഠിയായിട്ട് വഴക്കിടുമ്പം ചിലപ്പോൾ സഹപാഠിയെ സിനിമയെ കണ്ട പോലെ തല്ലണം തോന്നും. സിനിമയെ കണ്ട ഒരു രംഗം വെച്ചിട്ട് സഹപാഠിയെ നഗ്നനാക്കണം, അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കണം എന്നൊക്കെ തോന്നിപ്പോവാം. സിനിമയിൽ അത്തരം മാതൃകകളുള്ള കാരണം. അത് ചെയ്യുന്നവർ നിസ്സാരക്കാരൊന്നുമല്ല, അവരാരാധിക്കുന്ന ആളുകളാണ്. ഏറ്റവും വലിയൊരു തമാശ കേരളത്തിലുണ്ടായത് ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ സ്കൂളുകളിൽ വിദ്യാഭ്യാസ വകുപ്പ് വെച്ചത് രംഗണ്ണൻ്റെയും അമ്പാൻ്റെയും പടമായിരുന്നു, കുട്ടികളെ സ്വാഗതം ചെയ്തുകൊണ്ട്. ഇത് വെച്ചിട്ടുള്ള ആളുകൾ ഓർത്തില്ല ഈ രംഗണ്ണനും അമ്പാനും UA സർട്ടിഫിക്കറ്റുള്ള ആ സിനിമയിൽ ആവേശത്തിൽ എന്താണ് ചെയ്തത്, അത് കുട്ടികൾക്ക് അനുകരിക്കാവുന്ന മാതൃകയാണോ എന്ന് ആലോചിക്കാതെ ഇവരെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തത് തന്നെയാണ് പൊതുസമൂഹവും ചെയ്യുന്നത്. വയലൻസിന് വലിയ സ്വീകാര്യതയുണ്ട്. അത് കാണിച്ചാൽ വിൽക്കപ്പെടുന്ന സിനിമകൾ ഉണ്ടാക്കാം എന്നുള്ളൊരു ഉറപ്പുണ്ട്. അതുകൊണ്ടിത് ഉണ്ടാകുന്നു.
പക്ഷെ അത് കുട്ടികൾ കാണുന്നുണ്ട്, കൗമാരപ്രായക്കാർ കാണുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്താറില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് അനുകരിക്കാനുള്ളതല്ല, ഇത് ചെയ്യരുത്. നിങ്ങൾ സമാനമായിട്ടുള്ളൊരു വിഷമത്തിൽ കൂടെ കടന്നു പോകുമ്പം, പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പം പക്വമായിട്ടുള്ള രീതികൾ, ജീവിത നിപുണതകൾ ഉപയോഗിക്കണം. അതുപോലെ ഒരിക്കലും പകർത്തരുത് എന്നുള്ളൊരു പറഞ്ഞു കൊടുക്കൽ എവിടെയും നടക്കുന്നില്ല. മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നില്ല, അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നില്ല. മിക്കവാറും ഈ OTTയിലൊക്കെ സിനിമ വന്നതിന് ശേഷം മാതാപിതാക്കൾ ഒപ്പം ഇരുന്ന് ഈ അക്രമങ്ങളെ കൈയടിക്കുന്ന ചില സാഹചര്യങ്ങളുമുണ്ട്. പണ്ടത്തേക്കാൾ റിസ്ക്കാണ് ഈ സിനിമകൾ. ഇപ്പം നമ്മൾ അഡൽട്സ് ഒൺലി എന്ന് പറയുന്ന ഒരു സിനിമ വന്നാൽ പോലും അത് OTTയിലേക്ക് വരുമ്പം അതിൻ്റെ വ്യൂവർഷിപ്പ് യൂണിവേഴ്സലായി. അതൊരു വലിയ അപകടമാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ഇതെല്ലാം കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യം സിനിമയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സിനിമ ഇത് അനുകരിക്കപ്പെടുന്നുണ്ട്, കുട്ടികളിൽ ദുസ്വാധീനം ചെലുത്തുന്നുണ്ട്, അവരെ അതിൽ കാണുന്ന അക്രമങ്ങൾ അവരനുകരിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുമ്പോൾ സിനിമാക്കാർ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് സിനിമ അങ്ങനെയൊന്നും സ്വാധീനിക്കില്ല എന്ന്. ദൃശ്യത്തിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടും പറയാറുണ്ട്. സത്യത്തിൽ ദൃശ്യത്തിൻ്റെ സിനിമയുടെ കാതലെന്താണ്? അതിലെ ജോർജ് കുട്ടി എന്നുള്ള കഥാപാത്രം ആ മുഴുവനായിട്ടുള്ള ആ തെളിവ് നശിപ്പിക്കലും കാര്യങ്ങളും എല്ലാം ചെയ്തത് അയാളൊരു കേബിൾ TV ഓപ്പറേറ്ററായിരുന്നു, സിനിമയിൽ നിന്ന് കണ്ടുപിടിച്ചതെന്നാണ് ആ സിനിമ സ്ഥാപിക്കുന്നത്. അപ്പോൾ ആ സിനിമ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് സിനിമ സ്വാധീനിക്കാം. അതിൽ നിന്ന് വേണ്ട സന്ദർഭങ്ങളിൽ ഇപ്പോൾ അതിൽ ആ വ്യക്തി ചെയ്യുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ന്യായീകരണം ഉണ്ടെങ്കിൽ പോലും അത് കോപ്പി ചെയ്യാനുള്ള കാര്യങ്ങൾ കണ്ടെത്തിയത് സിനിമയിൽ നിന്ന് തന്നെയാണെന്ന് അതിന് ആ സിനിമയും പറയുന്നത്. അതുതന്നെയാണ് ഞാനെപ്പോഴും പറയാറുണ്ട്, ദൃശ്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം. സിനിമകൾ അതിലുള്ള സംഭവങ്ങൾ ആളുകൾ കോപ്പി ചെയ്യാം, അനുകരിക്കപ്പെടാം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ദൃശ്യം സിനിമ തന്നെയാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവ് കൊടുക്കേണ്ടി വരും, സിനിമകൾ ചർച്ച ചെയ്യേണ്ടി വരും, വെബ് സീരീസ് ചർച്ച ചെയ്യേണ്ടി വരും. ചില സിനിമകൾ അഡൽട്സ് ഓൺലി, മാതാപിതാക്കൾ ജാഗ്രതയോടെ സർട്ടിഫിക്കേഷൻ നോക്കേണ്ടി വരും. സർട്ടിഫിക്കേഷൻ UA ആണെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള പല മലയാള സിനിമകളിലും ആ UAയിൽ മാതാപിതാക്കൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ദൃശ്യങ്ങളും വയലൻസും ബലാത്സംഗ രംഗങ്ങളും ഉണ്ട്. മാതാപിതാക്കളോട് ചോദിച്ചാൽ ഇതെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞപ്പോൾ അഡൽട്സ് ഓൺലി സർട്ടിഫിക്കറ്റ് വന്നാൽ പോലും അത് കാണാൻ കുട്ടികളെ എന്താ പറയുക കുടുംബസമേതം പോയിട്ടായിരിക്കും ചിലപ്പം ഈ സിനിമകൾ കാണുന്നുണ്ടാവുക. ശരിക്കും നമ്മൾ വീടിൻ്റെ ഉള്ളിലും വിദ്യാലയങ്ങളിലാണെങ്കിലും ഈ രീതിയിലൊരു ജാഗ്രത അവർ കാണിക്കേണ്ടതില്ലേ സത്യം പറഞ്ഞാൽ? അല്ല, തീർച്ചയായിട്ടും വീടിൻ്റെ ഉള്ളിലും ഈ ജാഗ്രത പാലിക്കണം. ഇതൊക്കെ പാലിച്ചാലും സഹപാഠികളും ഒക്കെ പറഞ്ഞിട്ട് ഇതൊരു ഭയങ്കര സിനിമയാണ്, ഇതിൽ ഭയങ്കര അക്രമമുണ്ട്, ഭയങ്കര രസമാണെന്നൊക്കെ പറയുമ്പോഴേക്കും അവരുടെ കൗതുകം കൊണ്ടത് കാണും. ആ കാണുന്ന സാഹചര്യത്തിൽ പോലും അവരുടെ കാഴ്ചപ്പാടുകൾ വികലമാകാതിരിക്കാൻ, അവരുടെ പ്രതികരണ ശൈലികൾ തെറ്റാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളും അധ്യാപകരും ജാഗ്രത പുലർത്തണം. ഇപ്പോൾ ഈ തരത്തിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു സിനിമയുണ്ടെങ്കിൽ, ഇപ്പോൾ ആവേശം പോലൊരു സിനിമ അല്ലെങ്കിൽ മാർക്കോ പോലൊരു സിനിമ, ഇതെല്ലാം സ്കൂളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നോക്കൂ, ആ സിനിമ നിങ്ങളെല്ലാവരും ആസ്വദിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ നിങ്ങൾക്ക് ചേരാത്ത പലതും ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് സ്കൂളുകളും വരേണ്ടി വരും. അത് ചെയ്യുന്നില്ല. അത് ചെയ്യാതെ അത് ആഘോഷിക്കപ്പെടുമ്പം കുരുന്നു മനസ്സുകളിൽ ഇത് ചെയ്യാവുന്നതാണ്, ഇടയ്ക്കൊക്കെ എനിക്കും ഇത് എൻ്റെ എതിരാളികളോട് പ്രയോഗിക്കാം, എൻ്റെ വീട്ടിൽ പ്രയോഗിക്കാം എന്നുള്ളൊരു തോന്നലുണ്ടാക്കും. അത് തടയണമെങ്കിൽ പള്ളിക്കൂടങ്ങളും ശ്രദ്ധിക്കണം, മാതാപിതാക്കളും ജാഗ്രത പുലർത്തണം. ഇപ്പോൾ നമ്മൾ ഇനി ചേന്ദമംഗലത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, ചേന്ദമംഗലത്തിൽ റിതു എന്ന് പറയുന്ന പ്രതി പലതവണ ഇത്തരത്തിൽ അക്രമവാസനകൾ കാണിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കൊരു ശല്യമായിട്ട് അവർ തന്നെ പറയുന്നത് ഒരു പൊതുശല്യമായിട്ട് ആ വ്യക്തി മാറുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ പോലീസ് അയാൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, അയാൾ മാനസിക നില തെറ്റിയ ആളാണെന്നും പറഞ്ഞ് ഊരിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നേരത്തെ സൂചന കിട്ടിയ ഒരാൾ, ഇങ്ങനെ അക്രമവാസനയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ, പക്ഷെ ആ ഒരാളെ തിരികെ ഒരു ലൈഫിലേക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് കൊടുത്തോ അല്ലെങ്കിൽ എന്താണോ ആ വ്യക്തിയുടെ പ്രശ്നം അത് പരിഹരിച്ച് തിരികെ ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ ഒരു വീഴ്ചയുടെ ഏറ്റവും അവസാന ഉദാഹരണമായിരുന്നു ആ കൊലപാതകം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വ്യക്തികളുടെ ഈ മനോവൈകല്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ നമുക്ക് നല്ല രീതിയിൽ വീഴ്ചകൾ സംഭവിക്കുന്നില്ലേ? ഋതുവിൻ്റെ കാര്യത്തിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിടത്തോളം ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ ക്രൈം നടന്നതിന് ശേഷം അവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളും, പഞ്ചായത്ത് മെമ്പർ അടക്കം,
പോലീസടക്കം അവിടെയുള്ള നാട്ടുകാരടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇയാളൊരു പൊതുശല്യമായിരുന്നു. ഈ പൊതുശല്യമായിരിക്കെ തന്നെ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ആ ആനുകൂല്യം മേടിക്കുകയും ഒരുപക്ഷെ പോലീസുകാർ കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പൊതുശല്യം എന്ന് ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരാൾ, ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് വ്യാപകമായിട്ടുള്ള പരാതിയുള്ള ഒരാൾ, അതുമല്ലെങ്കിൽ ഒരു മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്നുള്ള ആരോപണം നേരിടുന്ന ഒരാൾ, ഈ തരം സാഹചര്യങ്ങളിൽ പോലീസിന് കൃത്യമായിട്ടുള്ളൊരു പ്രോട്ടോക്കോളില്ല. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള വഴികളുണ്ട്. ഇപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടു അതുകൊണ്ടാണ് ഇയാളത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന് സ്വമേധയാ അയാളെ നിർബന്ധപൂർവ്വം ഏതെങ്കിലും ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ ആക്കാം. മാനസിക രോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ വ്യക്തമായിട്ട് മാനസികാരോഗ്യ പരിപാലന നിയമം 2017 നിയമം പറയുന്നത് അയാൾക്കോ മറ്റുള്ളവർക്കോ അപായം ഉണ്ടാക്കാനിടയുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുന്ന ഒരാൾ, അതിൽ ഒരു മാനസിക അസ്വാസ്ഥ്യത്തിൻ്റെ പശ്ചാത്തലമുണ്ട് എങ്കിൽ പോലീസിന് സ്വമേധയാ അയാളെ കസ്റ്റഡിയിലെടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്കല്ല കൊണ്ടുപോകേണ്ടത്, സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക്, തൃശ്ശൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ കോഴിക്കോട്ടോ അവിടെയുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിനായിട്ട് ആക്കാം. അവിടെയുള്ള ഡോക്ടർമാർ നിശ്ചയിക്കും ഇത് രോഗമാണോ വ്യക്തിത്വ വൈകല്യമാണോ എന്നുള്ളത് നിശ്ചയിക്കും. രോഗമില്ല വ്യക്തിത്വ വൈകല്യമാണ് എങ്കിൽ പിന്നെ നിയമവഴികളേ ഉള്ളൂ. ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ വന്ന് ഒരു സൈക്കോപാത്താണ്, ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയാണ്, ആളുകളെ ഉപദ്രവിക്കുന്നതിൽ വേദന കണ്ടെത്തുന്ന സന്തോഷം കണ്ടെത്തുന്ന ആളാണ്, ഇത്തരത്തിലുള്ള പശ്ചാത്തലമുള്ള ഒരാളാണെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ടത് ലോ ആൻഡ് ഓർഡർ രീതികളിലൂടെയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു പ്രോട്ടോക്കോളില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പം മിക്കവാറും ഇവരുടെ മാതാപിതാക്കൾ പറഞ്ഞ് വന്ന് കരയുകയും പിഴിയുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും പോലീസുകാർ ഒരു ഗുഡ് സമരിറ്റൻ ആറ്റിറ്റ്യൂഡ് എടുത്ത് പോലീസാണെന്നുള്ളത് മറന്നിട്ട് കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തിട്ട് വിടുകയും ചെയ്യും. പലപ്പോഴും പ്രണയഭംഗങ്ങളിൽ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി വെക്കുന്ന ഉള്ള സാഹചര്യങ്ങളിൽ പോലും ഇതേ നടപടി എടുത്തിട്ട് പിന്നീട് അയാൾ പോയിട്ട് ഈ പെണ്ണിനെ കുത്തുകയും വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം കോതമംഗലത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു അക്രമത്തിൽ അങ്ങനെയാണ്. ആ സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ടാവുകയും പോലീസുകാർ അയാളെ ഉപദേശിച്ചിട്ട് ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ വ്യക്തമായിട്ടുള്ളൊരു പ്രോട്ടോകോൾ ഉപദേശിച്ച് തീർക്കേണ്ട ഇഷ്യൂ എല്ലാം ഇപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതെ അതെ, ഒരു പ്രോട്ടോക്കോൾ വേണ്ടതാണ്. ഇപ്പോൾ പൊതുശല്യം എന്നുള്ള രീതിയിൽ പോലീസിൻ്റെ മുമ്പിൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്രോട്ടോക്കോൾ ഉണ്ടാവുകയും ആ രീതിയിൽ ആ പൊതുശല്യത്തിനെ നിയന്ത്രിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിലിപ്പോൾ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഭയമുണ്ട്, മനുഷ്യാവകാശ ലംഘനമാവും, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആകും എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് പ്രോട്ടോക്കോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെയൊക്കെ മറികടക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡി അഡിക്ഷൻ സെൻ്ററുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ പുതുപ്പാടിയിലെ ഇഷ്യൂ, ഇപ്പം ആഷിഖ് എന്ന് പറയുന്ന മകൻ ക്യാൻസർ ബാധിതയായ അമ്മയെ കുത്തിക്കൊല്ലുന്നത് ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് വന്നിട്ടാണ്. അദ്ദേഹം നേരത്തെ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണിച്ചിട്ട് നാട്ടുകാർ തന്നെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടാക്കി തിരിച്ചു വന്ന സമയത്താണ് ഈ രീതിയിൽ കൊലപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ ഡി അഡിക്ഷൻ സെൻ്ററുകൾ എത്രത്തോളം എന്താ പറയുക ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റുന്നൊരു കേന്ദ്രമായിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻ്ററുകൾ എന്തെങ്കിലുമൊക്കെ ഇനി മാറ്റങ്ങൾ കൊണ്ടുവരണം, അവരുടെ പ്രവൃത്തികൾ ഏതൊക്കെ രീതിയിലാണ് പോകുന്നത്? ഡി അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു മാജിക് അല്ല. പല ആളുകൾക്കൊരു ധാരണയുണ്ട്, അവനെ കൊണ്ടുപോയി ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും അവൻ ശരിയായിക്കോളും അല്ലെങ്കിൽ അവൾ ശരിയായിക്കോളും എന്നുള്ള രീതിയിലുള്ളൊരു സങ്കല്പമുണ്ട്. ഡി അഡിക്ഷൻ അങ്ങനെ ഒരു മാജിക്കേ അല്ല. ആ വ്യക്തിയെ ഈ ലഹരി പദാർത്ഥം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ് കൺട്രോൾ ചെയ്യുകയും ആ വ്യക്തി ലഹരിയിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത് ആ സാഹചര്യങ്ങളെ മനഃശാസ്ത്രപരമായിട്ടും ശാസ്ത്രീയമായിട്ടൊക്കെ പരിഹരിക്കാനുള്ള വഴികളുണ്ടാക്കി അതിൽ നിന്നുള്ളൊരു മുക്തിയിലേക്കുള്ള ഉൾപ്രേരണ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഡി അഡിക്ഷൻ സെൻറ്റർ ചെയ്യുക. മറ്റ് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പരിഹരിക്കേണ്ടി വരും. പലർക്കും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവാം, ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പം ഫാമിലി എല്ലാം ഇതിൽ നമ്മുടെ നാട്ടിൽ ഇൻവോൾവ് ചെയ്യേണ്ടതുണ്ട്. വെസ്റ്റേൺ സൊസൈറ്റി പോലെയല്ല, കുടുംബം മുഴുവനായിട്ട് ചിലപ്പോൾ ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യേണ്ടി വരും. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ദീർഘകാലം ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, മദ്യത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വീണ്ടും അതിലേക്ക്
ചെന്ന് വീഴാനുള്ള സാധ്യതകളുണ്ട്. റിലാപ്സ് എന്ന് പറയും നമ്മൾ. ഈ റിലാപ്സ് ഉണ്ടായി കഴിയുമ്പോൾ ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞ് 2 മാസം 3 മാസം കഴിഞ്ഞ് വീണ്ടും ഇയാൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴേക്കും സമൂഹവും വീട്ടുകാരും ചെയ്യുന്നൊരു നടപടി എഴുതി തള്ളുക എന്നുള്ളതാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിലാപ്സ് സാധാരണമാണ്. ഓരോ റിലാപ്സ് ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ട് ഈ വ്യക്തി വീണ്ടും അതിലേക്ക് പോയി എന്നുള്ളത് മനസ്സിലാക്കുകയും അതിലേക്ക് അയാളെ തള്ളിവിട്ട ഘടകങ്ങളെക്കുറിച്ച് പഠിച്ച് വീണ്ടും അയാൾ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ ആ ഘടകങ്ങളെ കൂടെ ഇല്ലായ്മ ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഡി അഡിക്ഷൻ എന്ന് പറയുന്നത് അയാളുടെ മുക്തിയിലേക്കുള്ള ഒരു ഫ്ലാഗ് ഓഫ് മാത്രമാണ്. തുടർന്ന് അങ്ങോട്ടത് ശരിയാകണമെങ്കിൽ മറ്റൊരുപാട് ഘടകങ്ങൾ ഒത്തുചേരണം. ദീർഘകാലം ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട്സ് 100% ഏറ്റവും നല്ല സെൻറ്ററുകളിൽ പോലും ദീർഘകാലം ഇതിനടിമപ്പെട്ട് വ്യക്തിത്വത്തിന് ശോഷണം വന്ന്, തലച്ചോറിന് വലിയ പ്രശ്നങ്ങൾ വന്ന്, സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾക്ക് പ്രശ്നം വന്ന്, ജോലിക്ക് നഷ്ടം വന്നിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ വ്യക്തി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത 40 തൊട്ട് 50% മാത്രമേ ഉള്ളൂ. അപ്പോൾ 50% പേർ വീണ്ടും റിലാപ്സ് ചെയ്യാൻ റിസ്ക് ഉള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പറയുന്നത് ഡി അഡിക്ഷൻ വേണം, എന്നാൽ അതുപോലെ തന്നെ പ്രധാനമാണ് ഏർലി ഡിറ്റക്ഷൻ. ഒരു വ്യക്തി ഇതിലേക്ക് ചായുന്നു എന്ന് കാണുന്നതിൻ്റെ ആദ്യ സൂചനകൾ കണ്ടെത്തി തുടക്കത്തിലെ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അത് ഉപയോഗിക്കാതിരിക്കാനുള്ള മോട്ടിവേഷൻ ബിൽഡ് ചെയ്തിട്ട് അയാളെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കുക എന്നുള്ളതിനാണ് യഥാർത്ഥത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല. കേരളം പോലൊരു സാഹചര്യത്തിൽ ഡി അഡിക്ഷൻ സെൻറ്ററുകൾ നടത്തുന്നത് പലതും സാമൂഹ്യ പ്രവർത്തകരോ അതുപോലുള്ള ആളുകളാണ്. അവർ നല്ല കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ വേണ്ടത്ര ശാസ്ത്രീയത ഈ രംഗത്ത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇതിനൊരു സയൻറ്റിഫിക് പ്രോസസ്സുണ്ട്. ആ സയൻറ്റിഫിക് പ്രോസസ്സ് വരുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകമാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം വ്യാപകമായിട്ടുള്ള ലഹരി വ്യാപനവും മദ്യത്തിൻ്റെ അടിമപ്പെടലുമൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സെൻറ്റർ ഫോർ അഡിക്ഷൻ മെഡിസിൻ ആവശ്യമുണ്ട്. മാതൃകകൾ സൃഷ്ടിക്കാനും ഒരു പക്ഷേ ഈ ഡി അഡിക്ഷൻ സെൻറ്ററുകളുടെ കേരളമെമ്പാടുമുള്ള ഡി അഡിക്ഷൻ സെൻറ്ററുകളുടെ ഏകോപനം നടത്താനും അവർക്ക് പ്രോട്ടോക്കോൾസ് കൊടുക്കാനും അവർക്ക് വേണ്ടത്ര പരിശീലനം കൊടുക്കാനും ഒക്കെയുള്ള ഒരു ശക്തിയുള്ള, എന്താണ് ഒരാൾ ഡ്രഗ്സിന് അടിമപ്പെട്ടാൽ, ലഹരിക്ക് അടിമപ്പെട്ടാൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു മോഡൽ ഇവോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെൻറ്റർ ഫോർ അഡിക്ഷൻ ആവശ്യമുണ്ട്. നമ്മൾ വെറും ക്യാമ്പയിനിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ബോധം കൊണ്ട് ബോധവൽക്കരണം ഉണ്ടാവാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു സമൂഹമാണ് കേരളത്തിൻ്റേത്. അപ്പോൾ അതുകൊണ്ട് ബോധവൽക്കരണത്തിന് മാത്രമായിട്ട് ചിലവാക്കുന്ന പൈസ വേസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ആ പൈസ കുറേ കൂടെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്നതിലായിരിക്കണം ഈ ഡി അഡിക്ഷൻ സെൻറ്ററുകളുടെ പ്രവർത്തനങ്ങൾ കുറേ കൂടെ ശാസ്ത്രീയമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലേക്ക് ഊന്നിയുള്ളതുമാകണം. ഈ മയക്കുമരുന്നിൽ അഡിക്റ്റഡ് ആയ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പം അവർ പറയുന്നത് അവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. ഇപ്പം ഇന്ന് രാവിലെ അത് ഉപയോഗിച്ച് നാളെ വീണ്ടും അതേ സമയം നമുക്ക് വീണ്ടും ഒരു പരാക്രമം വരികയാണ്. ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അവർ എന്താ പറയുക ബുദ്ധിമുട്ടിൽ ഏർപ്പെടുന്ന സാധനമാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വട്ടം ഒരാൾ ഒരു ലഹരി ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരാൻ എത്രത്തോളം പ്രാക്ടിക്കലാണ്? ഇതിൽ എന്തുകൊണ്ടാണ് അയാൾ ആദ്യം ഉപയോഗിച്ചത് എന്ന് നമ്മൾ നോക്കേണ്ടി വരും. ചിലപ്പോൾ അയാൾക്ക് വിഷാദം ഉണ്ടാവാം, മറ്റ് മാനസിക സംഘർഷങ്ങളുണ്ടാവാം, ജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ നിന്നുള്ള സ്ട്രെസ് ഉണ്ടാവാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുന്നുള്ളത്. അതുമല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പാർട്ടിയിലോ മറ്റോ ചെല്ലുമ്പം ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലഷർ സീക്കിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിച്ചതാവാം. ഇങ്ങനെയായിരിക്കാം അയാൾ പെട്ടത്. ലളിതമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു 10 മില്ലിഗ്രാം ഈ സാധനം എൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു എന്ന് വയ്ക്കുക, അതല്ലെങ്കിൽ ഒരു സുഖാനുഭൂതി കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് വയ്ക്കുക. ഒരാഴ്ച ഈ 10 മില്ലിഗ്രാമിൽ എനിക്കത് കിട്ടും. അടുത്ത പ്രാവശ്യം ഈ 10 മില്ലിഗ്രാം ഉപയോഗിക്കുമ്പോൾ എനിക്കത് കിട്ടില്ല. അതിനാണ് ടോളറൻസ് എന്ന് പറയുക. അത് നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഒരു ജൈവപരമായിട്ടുള്ള പ്രക്രിയയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും,
കൂട്ടും. ഇങ്ങനെ കൂട്ടി കൂട്ടി ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോഴേക്കും തലച്ചോറിൻ്റെ പ്രവർത്തനം ഈ ലഹരി പദാർത്ഥം ഇല്ലാതെ നടക്കില്ല എന്നുള്ള രീതിയിൽ അവതാളത്തിലാവും. ആ ഒരു ഘട്ടത്തിലാണ് എനിക്ക് ഉൾവിളി ഉണ്ടാകുന്നത്. എൻ്റെ കാശ് പോകുന്നു, ഞാൻ വീട്ടുകാരോട് ബഹളം ഉണ്ടാക്കുന്നു ഇത് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരെ അടിക്കാൻ പോകുന്നു, എൻ്റെ പെരുമാറ്റം തന്നെ ആകെ താളപ്പുഴയാകുന്നു, കുടുംബജീവിതം ശരിയാവുന്നില്ല, ലൈംഗികത ശരിയാവുന്നില്ല. അത് വരുമ്പോഴേക്കും നിർത്തിക്കളയാൻ തോന്നും. എൻ്റെ അവതാളത്തിലായിട്ടുള്ള തലച്ചോറ് ഇരിക്കെ ഞാൻ പെട്ടെന്ന് നിർത്താൻ പോകുമ്പോൾ പരാക്രമമാവും. എനിക്ക് പിൻവാങ്ങൽ സിംറ്റംസ് വരും, വിഡ്രോവൽ സിംറ്റംസ് വരും. ഞാൻ നിസ്സഹായനായി പോവാണ്, ഞാൻ പിന്നെയും അതിലേക്ക് പോവാണ്. അതാണ് ഇവർ പറയുന്നത്. ഈ വിഡ്രോവൽ സിംറ്റത്തിനൊക്കെ വഴികളുണ്ട്. അത് മയപ്പെടുത്തി ആ വിഡ്രോവൽ സിംറ്റംസ് ചില മരുന്നുകളുടെയൊക്കെ ഫലമായിട്ട് അത് മയപ്പെടുത്തിയിട്ട് മരുന്നില്ലാതെയും തലച്ചോറ് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അതിനൊരു പക്ഷേ ഒരു മാസമൊക്കെ വേണ്ടി വരാം. ആൽക്കഹോളിൻ്റെയൊക്കെ വിഡ്രോവൽ ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ മയപ്പെടുത്താവുന്നതാണ്. ഇത് മയപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാമുഖ്യം വരുന്നത് മറ്റ് ഘടകങ്ങളാണ്. എന്താണ് ഇയാളെ നയിച്ചത്, ട്രിഗർ ഫാക്ടേഴ്സ് എന്താണ്, വീണ്ടും ഇത് ഇയാൾ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ആ സാധ്യതകളെ അതിൻ്റെ പഴുതടയ്ക്കാൻ എന്താണ് എന്നുള്ളതെല്ലാം അന്വേഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായി ശാസ്ത്രീയമായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. ചില ലഹരി പദാർത്ഥങ്ങളോടുള്ള ക്രേവിങ് കുറയ്ക്കാനുള്ള ചില ഔഷധങ്ങൾ ലഭ്യമാണ്. ഇതൊരു വിഷാദരോഗം കൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ വിഷാദരോഗത്തിന് ചികിത്സിക്കണം. ഒരു മാനസിക രോഗം കൊണ്ടാണ് ഇതിലേക്ക് ചെന്നുപെട്ടെങ്കിൽ അത് ചികിത്സിക്കണം. ഇതെല്ലാം പരിഹരിച്ച് നമ്മൾ പറയുന്നത് 1 വർഷമെങ്കിലും കൃത്യമായിട്ടുള്ള ഈ വ്യക്തികൾ ഫോളോ അപ്പിലിരിക്കണം. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി അഡിക്ഷനൊക്കെ കഴിഞ്ഞു 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഇവരെയും കൊണ്ട് വിദഗ്ധരുടെ അടുത്ത് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയായി ഓൾറൈറ്റായി എന്ന് പറഞ്ഞിട്ട് വിടും. അത് ഫലം ചെയ്യില്ല. കാരണം ഈ വ്യക്തിക്ക് പോലും അതിൻ്റെ ഗൗരവം നഷ്ടപ്പെടും. 6 മാസം കഴിയുമ്പോഴേക്കും ഇപ്പം ഞാൻ നോർമലായി എന്നുള്ളൊരവസ്ഥ വരും. മദ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും നമ്മൾ കാണുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയർ വരുന്നു, ഓണം വരുന്നു, ഡി അഡിക്ഷന് വിധേയമായിട്ട് മദ്യമൊക്കെ നിർത്തിയിട്ട് 6 മാസമൊക്കെ ക്ലീനായിട്ടിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് അതിലേക്ക് വീഴും. അതുമല്ലെങ്കിൽ ഒരു വീട്ടിലൊരു വിശേഷ ദിവസം വന്നു, ടെറസിൻ്റെ മുകളിൽ മദ്യമുണ്ട്, ഇയാളും ചെന്നു. അപ്പോൾ ഏതെങ്കിലും അഭ്യുദയകാംക്ഷി പറയും, എടോ 8 മാസമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കണമല്ലോ, താനൊരു പെഗടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയും. എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, ലഹരിക്ക് അടിമപ്പെടുന്ന ഒരാൾ, മദ്യത്തിന് ഒരു അടിമപ്പെടുന്ന ആൾ എല്ലാ കാലത്തും അതിലേക്ക് വീഴാനുള്ള സാധ്യതയുള്ള ഒരാളാണ്. ഇത് ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹമായിട്ട് ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടാവും. ഈ ഒരു പെഗ് അല്ലെങ്കിൽ ഈ ഉപയോഗിക്കുന്ന ഒരു നിസാര ഗ്രാം ലഹരി പദാർത്ഥം ഈ സിംഹത്തിനെ ഉണർത്തും, ആക്രാന്തം കൂട്ടും, ഇത് ഉപയോഗിക്കണം എന്നുള്ള ആവേശം കൂട്ടും. അപ്പോൾ ഉപയോഗിച്ചു അടിമപ്പെട്ടു എന്നുള്ളയാൾ പിന്നീട് ഒരിക്കലും ഈ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിനെ ഉണർത്തുന്ന രീതിയിൽ ഇത് പരീക്ഷിക്കാൻ പാടില്ല. ആരും ഇതൊരു കൗതുകത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം എവിടെ നിൽക്കുന്നത് നമുക്കറിയില്ല. നമ്മളൊരു പക്ഷേ അക്രമകാരിയായിരിക്കും, നമ്മൾ പോലും നനച്ചിരിക്കാതെ നമ്മളൊരു കൊലപാതകയായി മാറിയെന്ന് വരാം, നമ്മളൊരു ക്രൈമിൽപ്പെട്ട ആളായിട്ട് വരും. ലഹരിക്ക് വേണ്ടിയിട്ടുള്ള ആക്രാന്തം കൂടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലഹരി കടത്തുന്ന ആളായിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസയില്ല, ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ലഹരി കടത്തുന്ന ഒരു ആളായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് അക്രമത്തിന് നോ പറയണം, ലഹരി പദാർത്ഥങ്ങൾക്ക് നോ പറയണം.